ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ എന്താ ചായക്കടിക്ക് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുതിർത്തിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ, ഡയറക്റ്റായിട്ട് എടുത്തതാണ്. കുതിർത്ത് വെച്ചാൽ കുറച്ചുകൂടി നല്ലത്. അത് ജസ്റ്റ് കഴുകി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിന് പകരം നമ്മൾ അപ്പപ്പൊടി എടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ അതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ഇട്ട് പൊടിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. ഈ ഒരു അളവിന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയെല്ലാം 5-6 ഒക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു മിക്സിലോട്ട് അല്പം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പൊടിച്ച അരിയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അത് നമ്മൾ ഉരുളകളൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് തിക്കായിട്ട് വരില്ല, ഇതുപോലെ. അപ്പോൾ ഇതുപോലെയൊക്കെ ആയി എടുത്താൽ മതി. ഇനി നമുക്കിത് ഉരുളകളാക്കിയിട്ട് റെഡിയാക്കി വെക്കണം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കടി എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ അല്ലാണ്ട് നമ്മൾ വൈകുന്നേരം ചായക്കടിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പണിയും ലാഭമായി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇത് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വരണം. അപ്പോൾ നമ്മൾ ഉരുളകളൊക്കെ ഞാൻ അതിനിടയ്ക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളകളൊക്കെ ഞാൻ ഒരു ഭാഗത്തു നിന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് സാമ്പാർ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്നിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതിലേക്ക് ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഒഴിച്ചാൽ മതി, അധികം വെള്ളമാവാണ്ട് നോക്കണേ. അപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ മുളകില്ലേ, വറ്റൽമുളക്, അതും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൺലൈൻ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ബൈ.